ഹലോ. ഒരു ദിവസം തന്നെ 2-3 വീഡിയോസ് ഇടുന്ന വെച്ചാൽ സമയം കിട്ടുന്ന സമയത്തിന് മാക്സിമം എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ചില ആൾക്കാർക്ക് ചിലപ്പോൾ എന്താ പറയുന്നത്, ചില വാക്കുകൾ കേൾക്കണമെന്നുണ്ടായിരിക്കും. ഈ കറക്റ്റ് സമയത്ത് ഇത് കേട്ടല്ലോ എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. മനസ്സിന് ആശ്വാസം വരുമായിരിക്കും. അങ്ങനെയൊക്കെ. പിന്നെ ചില സ്റ്റോറീസൊക്കെ എൻ്റെ കയ്യിൽ നിന്നൊക്കെയുള്ള ചില എൻ്റെ ലൈഫിൻ്റെ സ്റ്റോറിയോ അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങളോ ഒക്കെ ഒരാളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഉപകാരമായിരിക്കുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഈ ഷോർട്സ് ഇടുന്നത്. ഈ വീഡിയോസും ചാനലും എല്ലാം തുടങ്ങുന്നതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വിഷയം പ്രത്യേകിച്ച് നമ്മുടെ ആത്മവിശ്വാസം എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് ഒന്നും അല്ല കേട്ടോ. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെയുള്ള നമ്മുടെ ഒരു വിശ്വാസം. നമുക്കതിങ്ങനെ പോയി വന്നിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം നേടിയെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഈ ആത്മവിശ്വാസം ഇങ്ങനെ ഹൈപ്പ് അങ്ങോട്ട് പോവും അല്ലേ. ഒരു നേരം നേടിയെടുത്തിട്ട് അല്ലേ. പക്ഷെ ആ കാര്യം നേടിയെടുക്കാൻ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, ആ കാര്യം നേടിയെടുക്കാൻ അധ്വാനമാണ് വേണ്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ പേരൻസാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മോട് ഇരുന്ന് പഠിക്കുക, കഷ്ടപ്പെടുക, അധ്വാനിച്ചാൽ ഫലം കാണും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ബാക്ക് ഇൻ അവർ ഓൾ ഡേയ്സ്, നമ്മളത് ഓൾ ഡേയ്സ് എന്ന് വെച്ചാൽ നമ്മൾ യങ്ങായിരിക്കുന്ന സമയത്ത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളത് കേട്ടിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് പിന്നീട് തോന്നിട്ടായിരുന്നു അല്ലേ. അയ്യോ അന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പഠിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഇതിലും നല്ലതായിട്ട് കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ, ഈ കഷ്ടപ്പാട് അന്ന് കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഞാനതൊരു 1 കോടി പ്രാവശ്യമെങ്കിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവും. അന്ന് അമ്മ പറഞ്ഞത് അനുസരിച്ചാൽ മതിയായിരുന്നു, അന്ന് അപ്പം പറഞ്ഞത് അനുസരിച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇനി നമുക്ക് സമയമുണ്ട്. ആരാ പറഞ്ഞു നമുക്ക് സമയമില്ലെന്ന്? നമുക്ക് ഇപ്പം പ്രായമായി, ചിലർക്ക് 30കളിൽ അല്ലെങ്കിൽ 20കളിൽ വരെ പറയുന്ന ആൾക്കാരുണ്ട്, ഓ ഇനിയിപ്പോൾ എന്താ, വയസ്സായി, ഇനിയിപ്പം ജീവിതം തീരാറായി, പകുതിയായിന്ന്. അല്ലല്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ടീനേജിലല്ല ശരിക്കും ലൈഫ് നടക്കുന്നത്. 20 വയസ്സ് 30 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അതാണ് യൂത്ത്, അത് മാത്രമാണ് യൂത്ത്. അതുപോലെ 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, 30 വയസ്സായിക്കഴിഞ്ഞാൽ പിന്നെ യങ് ഏജ് അവസാനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കിളവയാണ്. ആരും പറയുന്നത് വിശ്വസിക്കരുത്. നമ്മുടെ മനസ്സ് പറയുന്നത് നമ്മൾ വിശ്വസിക്കുക. അതായത് നമ്മുടെ മനസ്സ് യങ്ങാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് പറയുന്നതല്ലേ, നമ്മുടെ മനസ്സാക്ഷി പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആത്മവിശ്വാസം എന്ന് പറയുന്നത് കൈമുതലായിട്ടുണ്ടെങ്കിൽ ഏജ് ഒരു പ്രശ്നമേ അല്ല. ബൈ.